ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിലമ്പൂരിൽ സന്ദർശനം നടത്തി. ഇക്കോ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പുതിയ ബഡ്ജറ്റിൽ അനുവദിച്ച പദ്ധതികളുടെ ഭാഗമായി അത് വിലയിരുത്തുന്നതിനാണ് ഇന്ന് രാവിലെ 8:30 മന്ത്രി കനോലി ഫ്ലോട്ടിൽ സന്ദർശനം നടത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് MLA, നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, അതേപോലെ തന്നെ നിലമ്പൂർ നോർത്ത് സൗത്ത് DFOമാരായ ധനിക് ലാല്, അതേപോലെ തന്നെ പി ധനേഷ് കുമാർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. 2019 തകർന്നു വീണ കനോലി കടവിലെ തൂക്കുപാലം 7 വർഷമായിട്ടും അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടക്കാത്തൊരു സാഹചര്യവും നിലവിൽ ഇതിന്റെ ചുമതലയുള്ള സിൽക്ക് കമ്പനി ഇഴഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെയും ഭാഗമായി മന്ത്രി കനോലി ഫ്ലോട്ടിലെ തൂക്കുപാലം നിർമ്മിക്കുന്ന പ്രദേശം സന്ദർശിക്കുകയും നാളെ മുതൽ അടിയന്തരമായി തൂക്കുപാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ സർക്കാർ ഏജൻസിയായ സിൽക്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. നാളെ മുതൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും A+ വിഷനോട് മന്ത്രി ഉറപ്പു നൽകി. അതേപോലെ തന്നെ 7 വർഷമായി വനംവകുപ്പിന് ഭൂമി വിട്ടു നൽകിയ നിരവധി കുടുംബങ്ങൾ അതിന്റെ നഷ്ടപരിഹാരം ലഭിക്കാതെ വനംവകുപ്പിന്റെ ഓഫീസുകൾ കയറിയിറങ്ങുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അടിയന്തരമായി അവർക്ക് പണം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്നും മന്ത്രി ഉറപ്പു നൽകി. കൂടാതെ മലപ്പുറത്തിന്റെ മലയോര മേഖലകളിലെ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ അനധികൃതമായി നടക്കുന്ന നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്നും ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കനോലി ഫ്ലോട്ടിലെ സന്ദർശനത്തിന് ശേഷം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് MLAയുടെ വസതിയിൽ A+ വിഷനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാളെ പുനരാരംഭിക്കും. അതാണ് ഇന്ന് വിവരം കിട്ടിയത്. ഇപ്പൊ കിട്ടിയത് നമ്മുടെ ഈ വനമേഖലകളുടെ ഒക്കെ സൈഡിൽ പരിസ്ഥിതി ലോല മേഖലകളിൽ വലിയ തോതിൽ കുന്നിടിക്കാനൊക്കെ നടക്കുന്ന ഒരു ജില്ലയാണ്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കാര്യങ്ങളില്ല. അതിപ്പം വയനാട് ഭാഗത്തൊക്കെ പോലെ തന്നെ 2000 മുതൽ 3000 അടി വരെയൊക്കെ ഉയരങ്ങളിലുള്ള പ്രദേശത്താണ് ഒരു മാനദണ്ഡവും ഇല്ലാതെ വനംഭൂമിയിൽ നമ്മുടെ ഒരു മതമായി മാറേണ്ട കാലഘട്ടത്തിലാണ്. അത് അങ്ങനെ നിയമലംഘനങ്ങൾ നടക്കുന്നെങ്കിൽ കർശനമായി നേരിടാൻ അതാത് വകുപ്പുകൾ ചെയ്യും. ഫോറസ്റ്റ് വകുപ്പിന്റെ കീഴിലല്ലല്ലോ. നവീകരണ പദ്ധതിയിലൂടെ ഭൂമി കൊടുത്ത ആളുകൾ 7 വർഷമായിട്ട് പണം കിട്ടാത്ത അതിന് പരിഹാരത്തിലേക്ക് പോകുന്നുണ്ട്. ഉന്നതികളിൽ മാത്രമാണ്. ഉന്നതികളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, ഉന്നതികളിലേക്ക് പോവുക എന്നുള്ളതാണ്. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസിന്റെ മാസത്തവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.